അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈറലായ കോണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയതാണോ? അങ്ങനെ സ്റ്റാർട്ടിങ് എന്നുള്ളൊരു ഇതിനല്ല, അത് നമ്മൾ കൂട്ടുകാരെല്ലാം ആയിട്ടിരുന്ന സമയത്ത് കർണാടകയിലായിരുന്നു വർക്ക്, ജോലി ബോട്ടിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഫോണിൽ തന്നെ ഈ ഡബിൾ ശബ്ദം, 2 ശബ്ദം ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു വോയിസാണത്. ഞാൻ പോലും പറഞ്ഞില്ല, അത് ഒരു 10-13 കൊല്ലത്തിന് ഇപ്പുറമാണ് ഞങ്ങളൊരു ടൂറിന് പോയിരുന്ന സമയത്ത് ഈ സാധനം പിള്ളേരിത് കേൾക്കുന്നത്. അപ്പോൾ അവർക്കും അറിയില്ല ഞാനാണെന്ന് കേട്ടോ. അങ്ങനെ അവർ കേട്ട് ഞങ്ങളൊരു മുറിയിലായിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു ബെഡിൽ തന്നെ ഞങ്ങൾ 3-4 കൂട്ടുകാർ കിടക്കും. ആ കൂട്ടത്തിലൊരു ചെറിയ പയ്യനെ ഇതിനെ കേൾപ്പിച്ചു തന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കാക്ക വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ വോയിസ് അവൻ്റെ ചവിട്ടിൽ കേൾപ്പിച്ചു എനിക്ക്. അതിൻ്റെ ചവിട്ടിൽ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോക്കായി പോയില്ലേ. അവൻ ബെഡ്ഷീറ്റ് മേത്ത് വന്നാൽ കെട്ടിയാന്ന് കിടന്ന് പേടിച്ചിട്ട് സംഭവം കൊണ്ടായിരുന്നു. ആ, അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇതും കൂടെ ഇമേജും കൂടെ വരുന്നത്. കാരണം ഇത് നല്ലൊരു സംഭവം അല്ലല്ലോ. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തന്നെയല്ലേ. അപ്പോൾ പക്ഷേ ഇതിൽ ആ ഒരു വോയിസ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു സംസാര രീതി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 2 ശബ്ദം കൂടി ചെയ്ത ഒരു മോണോ ആക്ട് എന്നുള്ള രീതിയിൽ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ചെയ്തു എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ പോയത്.